മഞ്ചേശ്വരത്ത് നടക്കുന്ന പോരാട്ടം BJP-യും UDF-ഉം തമ്മിലാണ്. മഞ്ചേശ്വരത്ത് BJP-യെ തോൽക്കാൻ എല്ലാ മതേതര വിശ്വാസികളും ഒന്നിച്ച് നിൽക്കണം എന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ്. മഞ്ചേശ്വരത്ത് BJP ജയിച്ചു കയറാൻ പാടില്ല. ഈ ജില്ലയിൽ ഒരുപാട് കൊലപാതകങ്ങൾ ഏകപക്ഷീയമായി നടന്നിട്ടുണ്ട്. ഇത് മാർച്ചാണ്. റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കഴുത്തറുത്ത് കൊന്ന വേദന മനസ്സിൽ പേറുന്ന ഒരു മാസമാണ്. ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് കൊലപാതകമില്ലാത്ത കാസർഗോഡ്, മതേതരത്വത്തിന്റെ കാസർഗോഡ്, വർഗീയ കലാപങ്ങളില്ലാത്ത കാസർഗോഡ്. അത് ശ്രമിക്കുന്ന BJP-ക്ക് കാസർഗോഡ് മഞ്ചേശ്വരത്ത് ജനങ്ങൾ വോട്ട് നൽകില്ല. ഒക്കെ മാറി. ഇന്നിപ്പോ എന്റെ മണ്ഡലത്തിലെ 80 വയസ്സായ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും അവർ ഇൻസ്റ്റാഗ്രാമിൽ ലോകത്തിന്റെ നിറകയിൽ സംവദിക്കുന്ന കാലമാണ്. ഇന്ന് മഞ്ചേശ്വരക്കാർക്ക് അപരന്മാരെ BJP ഇടുമ്പോൾ BJP-ക്ക് വലിയ തെറ്റുപറ്റി. കാരണം മഞ്ചേശ്വരക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്നെ വിളിക്കാറുള്ളത്, LKG-യിൽ പഠിക്കുന്ന കുഞ്ഞ് വിളിക്കുന്നത് AKM. 80 വയസ്സ് കഴിഞ്ഞ എന്റെ മണ്ഡലത്തിലെ ആളുകളും വിളിക്കുന്ന AKM. ഞാൻ മഞ്ചേശ്വരത്തെ ജനങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും സമരമുഖത്തും വികസനത്തിലും നിന്ന ഒരാളാണ്. AKM എന്ന് പറയുന്ന എന്നെ ഒരു അപരനിലൂടെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. 5 വർഷത്തിനിടയ്ക്കിൽ ഒന്ന് പറഞ്ഞേ. 5 വർഷത്തിന് ശേഷം അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം ചോദിക്കും, കാരണം അദ്ദേഹത്തിന് അറിയില്ല ഈ മണ്ഡലത്തിന്റെ അവസ്ഥ. ഒരു കാര്യം പറയുന്നു, ആര് മത്സരിച്ചാലും ഈ മതേതരത്വത്തിന്റെ മണ്ണ് വർഗീയതയ്ക്ക് മഞ്ചേശ്വരത്തിന്റെ മണ്ണിനെ വിട്ടുകൊടുക്കില്ല. കാരണം മഞ്ചേശ്വരം ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന മണ്ണാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ കവാടത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച പാരമ്പര്യമായി ഞങ്ങളുടെ മുമ്പിലുള്ള ആ മതേതരത്വത്തിന്റെ സന്തോഷ വാർത്ത മെയ് മാസം 4-ന് കേരളീയർക്ക് മഞ്ചേശ്വരം വീണ്ടും നൽകും.